ഗുഡ് ഈവനിങ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒക്ടോബർ മാസത്തെ എനർജി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒക്ടോബർ മാസം നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഗൈഡൻസ് ആണ് ഡിവൈനിൽ നിന്ന് കിട്ടുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്പ്രെഡിലൂടെ നോക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ 7 ഓഫ് കപ്സ്, ഡെത്ത് കാർഡ്, 4 ഓഫ് സോർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, 10 ഓഫ് പെൻറ്റക്കിൾസ്, ദ സൺ, മജീഷ്യൻ ആൻഡ് കിങ് ഓഫ് കപ്സ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ കുറേ അധികം റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണുന്നു. റെസ്പോൺസിബിലിറ്റീസ് മാത്രമല്ല, മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതിൽ നിങ്ങൾ ഒന്ന് പതറിപ്പോകുന്നുണ്ട്, ഒന്ന് കൺഫ്യൂസ് ആകുന്നുണ്ട്, ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ കൺഫ്യൂഷൻസിനൊക്കെ ഒരു അവസാനം വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഡെത്ത് കാർഡാണ്. ഇതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ലൊരു പരിവർത്തനം വരുന്നു. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ നിലകൊള്ളുന്നത് അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് ചിലർക്കെങ്കിലും പെയിൻഫുൾ ആയിരിക്കാം, ചിലർക്ക് അത് വളരെ നല്ല മാറ്റമായിരിക്കും. ആർക്കാണെങ്കിലും അതൊരു പെയിൻഫുൾ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് മാത്രമാണ് അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾനെസ് നമുക്ക് കിട്ടുകയുള്ളൂ, അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് സോഴ്സിൻ്റെ എനർജീസാണ്. നിങ്ങൾക്ക് ഈ സമയം മെൻ്റലി ഫിസിക്കലി ഒരു റെസ്റ്റ് ആവശ്യമാണെന്ന് കാണുന്നുണ്ട്. ചിലരെങ്കിലും ഒരുപാട് ജോലിഭാരത്തിൽ നിന്നും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് ഈ ഒരു സമയം നിങ്ങൾക്ക് പ്രാർത്ഥനകളിലും മെഡിറ്റേഷനിലും നിങ്ങൾക്ക് ഈ സമയം യൂസ് ചെയ്യാമെന്നാണ് ഡിവൈൻ പറയുന്നത്. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ള വീൽ ഓഫ് ഫോർച്യൂണാണ്. ഇതും ഒരു ഡെത്ത് കാർഡിനെ പോലെ തന്നെ ഒരു കർമ്മയുടെ കാർഡാണ്. നിങ്ങളുടെ ബാഡ് കർമാസൊക്കെ ഈ ഒരു സമയം എൻഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സൈക്കിൾ എൻഡ് ആകുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ നല്ല കർമ്മകൾ കൗണ്ട് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ നല്ല കർമ്മകൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു റിവാർഡ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. ലക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡിഫിക്കൽട്ടീസിനും ഓപ്പോസിറ്റായിട്ടുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ള 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ഈ സമയം കുറേയധികം കുറേയധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. സ്പെൻഡ് ചെയ്യുക മാത്രമല്ല, വളരെ അബണ്ടൻ്റായിട്ട് ലക്ഷൂറിയസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ 7 ഓഫ് കപ്സിൻ്റെ തൊട്ട് താഴെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ അബണ്ടൻ്റായിട്ട് ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയോ നിങ്ങൾക്ക് വരുന്നതും ആകാം. പിന്നീട് കിട്ടിയിട്ടുള്ളത് സൺ കാർഡാണ്. നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് കണക്ഷനുള്ള, ഒരു സോൾ കണക്ഷനുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ ഒരു പക്ഷേ മാനിഫെസ്റ്റ് ചെയ്തതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എൻ്റെ സോൾമേറ്റിനെ എനിക്ക് തരണം. അങ്ങനെയൊക്കെയുള്ള ചില പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ചിലർ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് മാനിഫെസ്റ്റ് ചെയ്തതുമാകാം. മറ്റു ചില വെറുതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു സോൾമേറ്റ് കടന്നു വരുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ സോൾമേറ്റ് കടന്നു വരുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ലൈറ്റ്, ഒരു പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. വളരെയധികം ഹോപ്പ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെ സന്തോഷപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകും. അതായത് നിങ്ങളുമായിട്ട് ഒരു ജനറേഷൻ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ജനറേഷൻ ബിൽഡ് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള, വളരെ ഇമോഷണലി വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അങ്ങനെയുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു സെക്യൂർ ആയിട്ടുള്ളൊരു ലൈഫ് മുന്നിലുണ്ട് എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓവറാൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മാറ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻസൊക്കെ മാറ്റി വെച്ച് ഒരു ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ള ഒരു ലൈഫാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഒരു മാറ്റത്തിലൂടെ കടന്നു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നടക്കും എന്നാണ് ഡിവൈൻ പറയുന്നത്. ഈ ഒക്ടോബർ മാസം നിങ്ങൾ ഈ ഒരു ഗൈഡൻസൊക്കെ മനസ്സിൽ വെച്ചിട്ട്
മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകും. താങ്ക്